എല്ലാവർക്കും ലിസുവിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു നൈറ്റിയാണ് തയ്ക്കാനായിട്ട് പോകുന്നത്. നൈറ്റിയുടെ വീതി, തുണിയുടെ വീതി ഒരു 17 ഇഞ്ച് വീതിയും 3 മീറ്റർ നീളവുമുള്ള തുണിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് നൈറ്റിക്ക് മൊത്തം വേണ്ടിയത് 52 ഇഞ്ച് ഇറക്കമാണ്. 52-ൽ ബോഡിയുടെ പാർട്ട് 10 പോയി കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ പാർട്ടാണ് എടുക്കുന്നത്. താഴത്തെ പാർട്ടിന് വേണ്ടിയത് 42. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടെ കൂട്ടി 44 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് നേരെ വരച്ച് 2 സൈഡും 42 വെച്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ സൈഡിലേക്ക് അവിടെ നിന്ന് ഒരു 4 ഇഞ്ചും മുകളിലേക്ക് ഒരു 3 ഇഞ്ചും അടയാളപ്പെടുത്തി 3 ഇഞ്ചും അടയാളപ്പെടുത്തുക. ആ അടയാളപ്പെടുത്തിയതിലേക്ക് മാർക്ക് ചെയ്ത് നമ്മളങ്ങനെ ഇവിടെ ചെരിച്ചാണ് വരയ്ക്കുന്നത്. അല്ല, നമ്മൾ റൗണ്ട് ഷേപ്പിലല്ല, നേരെയായിട്ടാണ് നമ്മളിത് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മോഡലിന് ആദ്യം മുകളിലത്തെ കണ്ടതിൽ വ്യത്യാസമുണ്ടല്ലോ, അതുകൊണ്ടാണ് അത് അങ്ങനെ എടുക്കുന്നത്. അവിടെ സാധാരണ രീതിയിൽ നൈറ്റ് നമ്മളവിടെ ഒരു കർവിലാണ് വരയ്ക്കാറുള്ളത്. ഇത് നമ്മൾ നേരെ ചിരിച്ചിട്ട് ആണ് നമ്മളിപ്പം വരച്ചിട്ട് അതുപോലെ വെട്ടിയെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ താഴത്തെ പാർട്ട് വെട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലത്തെ പാർട്ട്, ബാക്കി മിച്ചം വന്നിരിക്കുന്ന തുണിയാണ് ഈ കാണുന്നത്. ഈ കാണുന്ന തുണിയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് സ്ലീവ് കൊടുക്കണം, അതിൻ്റെ ബോഡി പാർട്ടും എടുക്കണം. അപ്പോൾ സ്ലീവ് നമുക്ക് വേണ്ടിയത് ഒരു 8 ഇഞ്ച് ആണ് സ്ലീവിന് നമ്മൾ ഇറക്കം എടുക്കുന്നത്. വണ്ണം ഒരു 10 ഇഞ്ച് വണ്ണവും പിന്നെ എടുക്കാം. ഇവിടെ ഇപ്പം 8 ഇഞ്ച് 2 സൈഡിലും 8 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് പിന്നെ വണ്ണം ഒരു 10 ഇഞ്ചും നമ്മൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് സാധാരണ സ്ലീവ് കിട്ടുന്ന മാതിരി തന്നെ ഒരു 3 ഇവിടെ ഇപ്പോൾ നമുക്ക് വണ്ണം എത്താതെ വന്നെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് നമ്മളൊരു 4 ഇഞ്ചൊക്കെ സ്ലീവിൻ്റെ അവിടെ നമുക്ക് ഷേപ്പ് കൊടുക്കാം. 4 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് നമ്മൾ സ്ലീവ് വെട്ടിയെടുക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ആ കാണുന്ന തുണിയേ നമുക്കുള്ളൂ. 3 മീറ്റർ തുണിയാണ്. തുണി ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് തുണി തയ്യാതെ വരും. അപ്പോൾ ആദ്യം സ്ലീവ് ഇപ്പം നമ്മൾ 8 ഇഞ്ചറൊക്കെ നമുക്കവിടെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ അത്ര വെട്ടെടുത്താൽ നമുക്ക് കിട്ടുന്നത് 7 ഇഞ്ചാണ്. നമുക്ക് 7 ഇഞ്ച് കൈയുടെ നീളം കിട്ടും. അത് മതി നമുക്ക് ആവശ്യത്തിനുള്ളതായി. ഇനി നമുക്ക് ബോഡി പാർട്ട്, മുകളിലത്തെ പാർട്ട് എടുക്കുന്നതും നമ്മൾ സാധാ എടുക്കുന്നതിൽ നിന്നും വ്യത്യാസമുണ്ട്. നമുക്ക് അവിടെ കിട്ടുന്ന നമ്മൾ ആ വെട്ടി വെച്ചിരിക്കുന്നതില്ല ഒരു 3 ഇഞ്ച് വ്യത്യാസത്തിൽ അവിടെ ഷേപ്പിന് കുറച്ച് ചെരിച്ചല്ലേ എടുത്തിരിക്കുന്നത്. ആ ചെരിച്ചെടുത്തിരിക്കുന്നത് നമ്മളൊരു 3 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ തുണി നമ്മൾ ഇവിടെ എത്ര വരാത്തത് കൊണ്ട് നമുക്ക് അവിടെ ഒരു ആദ്യം ഉള്ളതിനനുസരിച്ച് തന്നെ ഒരു ഷേപ്പ് വരുത്തണം. അപ്പോൾ നമുക്കൊരു 2 ഇഞ്ച് മുകളിലേക്ക് ഷേപ്പ് വരുത്തണം. ചെരിച്ചുള്ള ഷേപ്പ് വരുത്താൻ വേണ്ടി 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. അതുകൊണ്ട് ഇപ്പോഴത്തെ 3 വരുന്നത്. പക്ഷേ നമുക്കവിടെ തുണിക്ക് എത്ര നീളം വീതിയുടെ വ്യത്യാസം വന്നുകൊണ്ടാണ് അവിടെ വന്നത്. അപ്പോൾ അവിടെയും കൂടെ നമ്മൾ പിന്നെ അങ്ങനെ ഷേപ്പിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. നമ്മൾ ആ താഴത്തെ പാർട്ടിന് നമ്മളൊരു ചെരുവ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ചെരുവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ കുറച്ച് കയറ്റിയെടുത്തിട്ട് ആ ചെരുവിൽ വരച്ചെടുക്കുന്നത്. മുകളിലത്തെ പാർട്ട് തന്നെ നമ്മൾ 2ആയിട്ടാണ് വെക്കുന്നത്. അതിൻ്റെ കൈയുടെ മോൾ ഭാഗത്ത് നമ്മൾ വേറൊരു പീസും കൂടെ കൊടുത്തു. അപ്പം 2ആയിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ ഈ പീസിന് നമ്മളിപ്പോൾ എടുക്കുന്നത് ഒരു 8 ഇഞ്ച് വീതിയാണ് നമ്മൾ അതിന് എടുക്കുന്നത്. 8 ഇഞ്ച് വീതിയും നമ്മളിപ്പം ഒരു 7 ഇഞ്ച് മുകളിലേക്ക് ഇറക്കമായിട്ട് എടുക്കുക. അതിപ്പോൾ ആ 7 ഇഞ്ച് മുകളിലേക്ക് അതുപോലെ തന്നെ ഷേപ്പ് വരണം, ചെറുതായിട്ട് ചെരുവ് വരുന്നത് പോലെ ചെരിച്ചാണ് നമ്മൾ തുണി അങ്ങനെ വെട്ടിയെടുക്കുന്നത്. അത് നമ്മളിപ്പം ബാക്ക് പീസാണ് നമ്മളിപ്പം ഈ വെട്ടി എടുക്കുന്നത്. നമ്മൾ ചെരിച്ച് വരച്ചു, അങ്ങനെ ആ പീസ് നമ്മൾ വെട്ടിയെടുക്കുക. ഇനി ഫ്രണ്ട് പീസ് നമ്മൾ വേറെയാണ് എടുക്കുന്നത്. കാരണം ഫ്രണ്ടിൽ നമ്മൾ ചെറിയ ചുളിവൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ കൂടുതൽ തുണി വേണം. അപ്പോൾ തുണി വേണ്ടിയോണ്ടാണ് നമ്മൾ ഈ ബാക്ക് പീസാണ് ഇപ്പോൾ നമ്മളെടുത്തു. ഇനി ഫ്രണ്ട് പീസ് നമ്മൾ അത് വെച്ചിട്ട് തന്നെ അതുപോലെ തന്നെ എടുക്കണം. പക്ഷേ കുറച്ചും കൂടെ കുറച്ചുകൂടെ ഇറക്കം കൂടുതൽ വേണം. വീതിയൊക്കെ അത് തന്നെ മതി, പക്ഷേ ഇറക്കം കുറച്ചുകൂടെ കൂടുതൽ വേണം. കാരണം നമുക്കവിടെ ചെറിയ പര പോലെ കുറച്ച് 3-4 എട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് തയ്ക്കുന്നത്. അതാണ് ഇതിൻ്റെ ഈ നൈറ്റിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ കാണാനുള്ള ഷോ കിട്ടുന്നത് അതുകൊണ്ടാണ്. കഴുത്തിൻ്റെ ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് ഒരു പീസും കൂടെ പിടിപ്പിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം അതിൻ്റെ വീതി നമ്മൾ ഇപ്പം കഴുത്തിൻ്റെ അകലം ഒരു 3 ഇഞ്ചാണ് നമുക്ക് കഴുത്തകലം വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മളൊരു 4 ഇഞ്ച് ഇവിടെ ഇപ്പം കഴുത്തല്ല, ഫ്രണ്ടിലെ മുകളിൽ പിടിപ്പിക്കാനുള്ള പാർട്ടാണ് നമ്മളിപ്പോൾ വെട്ടിയെടുത്തത്. അത് 2ആയിട്ട് മുറിക്കണം കേട്ടോ, 2 സൈഡിലും വരുന്നതാണ്.
ആദ്യമായിട്ട് നമ്മൾ കൈയുടെ പടി അടിക്കുകയാണ് ചെയ്യുന്നത്. കൈക്ക് നമുക്ക് ആകെ വേണ്ടി ഇറക്കം 7 ഇഞ്ചാണ് വേണ്ടിയത്. നമ്മൾ 7.5 ഇട്ടിട്ട് കൈ ബാക്കിയുള്ള ഭാഗം മടക്കി നമ്മൾ മടക്കി അടിക്കുന്നു. മടക്കി അടിച്ചു കഴിഞ്ഞാൽ 1/2 ഇഞ്ച് നമുക്ക് മുകളിൽ തയ്യൽ തുമ്പ് പോകാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 7.5 ഇട്ട് മടക്കി അടിച്ചത്. അങ്ങനെ നമ്മൾ കൈ രണ്ടും തയ്ച്ച് വെച്ചു. 2 കൈയും അതുപോലെ തന്നെ അടിച്ചു വെച്ചു. ഇനി നമുക്ക് മുകളിലത്തെ പാർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. ഫ്രണ്ട് പാർട്ട് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ഞൊറിയല്ല, ചെറിയ എന്താ പറയുക, വര പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ആ പീസ് നമ്മൾ അതിൻ്റെ സെൻറ്റർ 2 എണ്ണമായിട്ട് നടു കീറണ 2ആയിട്ട് വേണം. അപ്പോൾ അങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ചെറിയ മടക്കിൽ, ചെറിയൊരു വീതിയിൽ 1/4 ഇഞ്ച് പോലും വേണ്ട, ചെറിയ മടക്കിൽ പോലെ തയ്ച്ചെടുക്കുക. 2 പീസും അങ്ങനെ തയ്ച്ചെടുക്കുക. ആ തയ്ച്ചെടുത്ത് അതിനകത്ത് ലേസൊക്കെ വെച്ച് നമ്മളതിനെ ഭംഗിയാക്കുന്നു. അതിന് ശേഷം നമ്മൾ ബാക്ക് പീസ് നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബാക്ക് പീസ് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് അതേ വലുപ്പം അതിൻ്റെ നീളത്തിനും വീതിയിലുമായിട്ട് നമ്മളിതിൻ്റെ ബാക്കി എക്സ്ട്രാ ഉള്ളതെല്ലാം വെട്ടിക്കളയണം. അപ്പോഴേ ബാക്കും ഫ്രണ്ടും ഒരേപോലെ വരുള്ളൂ. നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഇടയ്ക്കൊരു ലേസ് കൊടുത്തു, മുകളിൽ ഭാഗത്തും ഒരു ലേസൊക്കെ കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കി. ഇനി നമുക്കതിന് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വരേണ്ട ഭാഗമാണ് അത്. അതിൻ്റെ സൈഡൊന്ന് അടിക്കുക. സൈഡ് അടിച്ചതിന് ശേഷം അതിൻ്റെയും 2 അടുപ്പൊക്കെ കൊടുത്ത് അതും ഭംഗിയാക്കി വെക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇറക്കം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മൊത്തം ബോഡി പാർട്ടിൻ്റെ ഇറക്കം നമുക്ക് വേണ്ടിയത് 10 ഇഞ്ചാണ് വേണ്ടിയത്. അത് തയ്യൽ തുമ്പെല്ലാം പോയി കഴിയുമ്പോൾ. അപ്പോൾ അതിന് കണക്കാക്കി വേണം ആ കൈഭാഗം ഈ മോൾ ഭാഗത്ത് പിടിപ്പിക്കുന്ന ഭാഗം നമ്മൾ ഇറക്കം കണക്കാക്കിയിട്ട് വേണം വെക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ പിടിപ്പിച്ചു. ഇനിയിപ്പം ബാക്ക് പീസിലേക്ക് പിടിപ്പിക്കുകയാണ്. ബാക്ക് പീസിന് എടുത്തു വെച്ചു. അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് എടുത്തു വെച്ചു. ആ ലൈനിങ് എടുത്തു വെച്ചിട്ട് അതിൻ്റെ 2ൻ്റെയും കൂടെ ഇടയ്ക്കായിട്ട് അത് കൈ വീണ്ടും നമ്മൾ ഫ്രണ്ടിൽ പിടിപ്പിച്ച് വെച്ചിട്ടില്ല, ആ കൈ വീണ്ടും നമ്മൾ വെച്ച് കൊടുക്കുക. അതുകൊണ്ട് അവിടെ നമുക്ക് ആ ചെരിഞ്ഞിട്ട് തന്നെ കിട്ടണം. എന്നാലേ അതിൻ്റെ ഷേപ്പിൻ്റെ അനുസരിച്ച് കൈയുടെ അവിടെ കൈ നേരെ വെട്ടിക്കളഞ്ഞിട്ട് ചെയ്തേക്കരുത്. അതുപോലെ തന്നെ ചെരിഞ്ഞ് തന്നെ കൈ കിട്ടണം. എന്നിട്ട് വേണം നമ്മൾ ആ കൈ അവിടെ പിടിപ്പിക്കാൻ. അങ്ങനെ അതും മുകളിൽ കൂടെ എടുത്തു വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ തയ്ക്കുമ്പോൾ തുമ്പൊളിച്ച് കൈ അവിടെ പിടിപ്പിച്ചിരിക്കും. കൈ നന്നാണ് ഭംഗിയായിട്ട് പിടിച്ചിരിക്കും. ഇനി നമ്മൾ ആ ലൈനിങ് മറിച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട് നമ്മൾ ഓപ്പൺ ആണല്ലോ. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ 2 പടി വെച്ച് കൊടുക്കുക. ഒരിടത്ത് സിംഗിൾ പടിയും ഒരിടത്ത് ഡബിൾ പടിയും നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നമ്മൾ പടി പിടിപ്പിക്കുകയാണ്. ഒരു ഭാഗത്ത് സിംഗിൾ പടി, ഒരു ഭാഗത്ത് ഡബിൾ പടി. സിംഗിൾ പടി ഉള്ളിലേക്ക് പോകും, അത് പടി വെച്ചിട്ട് അറിയില്ല. പക്ഷേ ഡബിൾ പടി വെക്കുന്നത് അത് നമ്മുടെ പീസിൽ നിന്ന് മുന്നോട്ടാണ് ആ പീസ് നിൽക്കുന്നത്. അപ്പോൾ പല പ്രാവശ്യം നമ്മൾ തയ്ച്ചപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി കാണും. അങ്ങനെയാണ് അതിൻ്റെ പടി പിടിപ്പിക്കുന്നത്. ഇനി അത് 2ഉം കൂടെ അടിച്ച് 2ഉം കൂടെ കൂട്ടി പിടിപ്പിച്ച് വെക്കുക. കൂട്ടിയിട്ട് ഒരുമിച്ച് ഒരുപോലെ ഒരു പടി ഡബിൾ പടിയുടെ മുകളിലേക്ക് സിംഗിൾ പടി വെച്ച ഭാഗം എടുത്ത് വെച്ചിട്ട് അടിഭാഗം കൂട്ടിപ്പിടിപ്പിക്കുക. എന്നാലേ നമുക്കവിടെ പിടിപ്പിക്കാനായിട്ട് എളുപ്പമുള്ളൂ. നമ്മൾ അടിയിലത്തെ പാർട്ടിന് നമ്മൾ ഞൊറിയിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കും കുറേ ഭാഗത്തേക്ക് അങ്ങ് ഞൊറിയിട്ട് വെക്കുക. നമ്മൾ പിന്നെ ആ മുകളിലത്തെ പാർട്ട് നമ്മൾ പിടിപ്പിക്കുമ്പോഴാണ് നമ്മളത് കറക്റ്റായിട്ട് ഞൊറി ഒന്ന് കൂടുതലുണ്ടെങ്കിൽ അഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുറവാണെങ്കിൽ ഒന്നും കൂടി ഇട്ട് കൊടുക്കുക. അത് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ അതിൻ്റെ 2 ഭാഗവും ഞൊറിയിട്ട് ഇനി നമ്മൾ താഴത്തെ പാർട്ടും മുകളിലത്തെ പാർട്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നമ്മളവിടെ ചെയ്ത് വരുമ്പോൾ സെൻറ്റർ 2ൻ്റെയും സെൻറ്റർ ഒരുപോലെ ആയിരിക്കണം. അപ്പം അത് തയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഞൊറി ഇട്ട് കൊടുക്കണം. അതല്ല കുറവാണെങ്കിൽ നമ്മളവിടെ അഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ സെൻറ്റർ 2ൻ്റെയും കൂടെ ഒപ്പം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് അടിച്ച് എടുക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ കയ്യിൽ ഒരു ഫ്രില്ല് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രില്ലാണ് നമ്മളിത് അടിക്കുന്നത്. ഫ്രില്ല് അടിച്ച് നേരത്തെ നമ്മൾ പടിയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കയ്യിലേക്ക് 2 കയ്യിലേക്ക് ഈ ഫ്രില്ല് അടിഭാഗത്ത് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും 2ഉം കൂടെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇട്ടിട്ട് നമുക്ക് കൈയുടെ ഫ്രണ്ട് പാർട്ട് മാത്രം കുറച്ച് ഭാഗം വെട്ടിക്കളഞ്ഞ് ഷേപ്പ് വരുത്തി വെക്കുക. അവിടെ നമ്മൾ മാർക്ക് ചെയ്തും വെക്കുക. എന്ന് വെച്ചാൽ കൈ പിടിപ്പിക്കാൻ നേരത്ത് എളുപ്പം കിട്ടും. ഏത് ഭാഗമാണ് ഫ്രണ്ട് പാർട്ടിലാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് ആ കൈ എടുത്ത് പിടിപ്പിച്ചാൽ മതി.
പിന്നെ രണ്ടും കൂടെ കൂട്ടിപ്പിടിപ്പിച്ച് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന അതിലേക്ക് നമ്മൾ കൈ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ കണ്ടോ, കൈ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം ആ ഫ്രണ്ട് ഭാഗത്തേക്ക് വരണം. അങ്ങനെ വന്നിട്ട് സെൻറ്റർ മോൾ ഭാഗം രണ്ടിൻ്റെ സെൻറ്റർ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കൊടുക്കുക. അങ്ങനെ രണ്ട് കൈയും നമ്മൾ അതുപോലെ തന്നെ അടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ വണ്ണമാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ കൈക്കുഴിയിൽ വണ്ണം നമുക്കൊരു 21 ഇഞ്ച് വണ്ണമാണ് വേണ്ടിയത്. അപ്പോൾ 21 ഇഞ്ച് രണ്ട് ഭാഗത്തും കൂടെ ഒരേപോലെ അകലെ വിട്ടിട്ട് വേണം വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വണ്ണം അടയാളപ്പെടുത്തുക. വണ്ണം അടയാളപ്പെടുത്തിയിട്ട് ശേഷം പിന്നെ കൈയുടെ വണ്ണം കൂടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് വേണം നമുക്ക് കൂട്ടിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. കൈ വണ്ണം നമുക്ക് നൈറ്റി അല്ല, കുറച്ച് ലൂസ് കിടക്കാൻ വേണ്ടി 7 ഇഞ്ചൊക്കെ കൈക്ക് നമുക്ക് വണ്ണം കൊടുക്കാം. 7 ഇഞ്ച് വണ്ണം കൊടുത്ത് കൈയുടെ അടയാളപ്പെടുത്തിയതിന് ശേഷം രണ്ട് ഭാഗം കൂടെ അടിക്കേണ്ടത്. ഇനി ആ 7 ഇഞ്ചിന് നമ്മൾ കഷത്തിലേക്ക് നമ്മൾ അവിടെ കൊണ്ട് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ ഭാഗത്തേക്ക് കൂട്ടി അടി വരെ അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു ഭാഗം കൂടി ഉള്ളൂ. ആ ഏറ്റവും അടി ഭാഗവും നമ്മൾ അടിച്ചു കൊടുക്കുക. ചെറിയ വീതി കുറച്ച് അടിച്ചു കൊടുക്കുക. ഒന്ന് മടക്കിയിട്ട് രണ്ടാമത് ഒന്നും കൂടെ മടക്കിയിട്ട് വേണം നമ്മളത് അടിക്കാൻ. അങ്ങനെ നമ്മുടെ നൈറ്റി തയ്ച്ച് കഴിഞ്ഞു.